ഷമേ, സംസ്ഥാനത്ത് ആദ്യമായി ജയിലിൽ ചാടിയ വനിതാ തടവ് പുള്ളിയാണ് സന്ധ്യ. വർക്കല സ്വദേശിയാണ്, വർക്കല തച്ചോട് സ്വദേശി. അപ്പോൾ ഈ സന്ധ്യയുടെ സംഭവം നമ്മളിടയ്ക്ക് ഒന്ന് സൂചിപ്പിച്ചു പോയായിരുന്നു. നമ്മളേതോ ഒരു കാര്യം പറയുന്നതിനിടയ്ക്കാണ് ഇങ്ങനെ സന്ധ്യ മാലിന്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചാടിപ്പോയത്. അത് സാഹസികമായിട്ടാണ് ചാടിയത്. അപ്പോൾ വീണ്ടും സന്ധ്യയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇത്തവണ കഞ്ചാവുമായിട്ടാണ്. എന്താണ് സന്ധ്യയുടെ കഥ? സന്ധ്യ എന്ന് പറയുന്നത് ഒരു കേരളത്തിലെ ക്രൈം ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. നമ്മുടെ നേരത്തെ പറയത്തില്ലേ, കാപ്പ, ഗുണ്ടാ നിയമ ആദ്യ വനിത ഒക്കെ അങ്ങനെയൊക്കെ പറയുന്ന പോലെ ശോഭ ജോണാണ് ആദ്യത്തെ ഗുണ്ട. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് കാപ്പ ചുമത്തിയ വനിതാ ഗുണ്ട പിന്നെ ശോഭ ജോൺ. അപ്പൊ അതുപോലെ കേരളത്തിൽ ആദ്യമായി ജയിൽ ചാടിയ വനിതാ തടവുകാരിയാണ് സന്ധ്യയും ശില്പയും. രണ്ടുപേരാണ് ഒരുമിച്ച് ചാടിയവരാണ്. 2019 ജൂൺ 25 വൈകുന്നേരമാണ് സന്ധ്യയും ശില്പയും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും ചാടിപ്പോകുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ മാസം 12 മുമ്പ്, ജൂൺ മാസം 12 പ്രോസസ്സ് ഇവർ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഇവർക്ക് പിന്നെ ഈ ജയിലിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു കൈത്തറി യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു തയ്യൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ജയിലിലെ വനിതാ തടവുകാർക്ക് വേണ്ടിയുള്ള ശിക്ഷിക്കപ്പെട്ട തടവുകാർക്കുള്ള ഒരു ജോലി എന്ന നിലയിൽ അവിടെ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ യൂണിറ്റിൽ പോയി നിൽക്കവേ അവിടെ നിന്നും ജയിലിൻ്റെ മറ്റൊരു ഭാഗം ഇവർ കണ്ടു. ആ ഭാഗത്ത് ഓൾറെഡി കുറേ വേസ്റ്റ് നിക്ഷേപിക്കുന്നുണ്ടായിരുന്നു, അതായത് വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഭാഗത്ത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്ലാൻഡ് ആയിട്ട് ഈ ജയിൽ വൃത്തിയാക്കുന്ന ഓരോ സംഘങ്ങൾക്ക് ഓരോ ജോലിയാണല്ലോ. ഇവർ ഈ ജയിൽ വൃത്തിയാക്കുന്ന സംഘങ്ങൾക്കൊപ്പം കൂടിയിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഭാഗത്ത് മാത്രമായി ശില്പയും സന്ധ്യയും കൂടെ ഈ വേസ്റ്റ് കൂട്ടി വെക്കാൻ തുടങ്ങി. അതായത് ഒരു ഭാഗത്ത് ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു ഭാഗത്ത് മാത്രമായി ഈ കൂന വളർന്നുകൊണ്ടിരുന്നു. ഇത് ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചില്ല. വനിതാ ഉദ്യോഗസ്ഥർക്ക് ശില്പയുടെയും സന്ധ്യയുടെയും ബുദ്ധി മനസ്സിലായില്ല. അവർ നോക്കുമ്പോൾ മാലിന്യം വളരെ മാലിന്യ നിർമ്മാർജ്ജനം, സ്വച്ഛ് ഭാരത് എന്നൊക്കെ പറയുന്നത് പോലെ ജയിൽ വളരെ മനോഹരമാക്കുന്ന പ്രവൃത്തികളിൽ സന്ധ്യയും ശില്പയും ഏർപ്പെടുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു ധാരണ. അപ്പൊ ഈ ശില്പ എന്ന് പറയുന്ന കല്ലറ സ്വദേശിനിയാണ്. അവരൊരു ചീറ്റിംഗ് കേസിലാണ് അട്ടക്കുളങ്ങര ജയിലിലായത്. സന്ധ്യ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തി. അതിലാണ് സന്ധ്യകത്താണ്. പിന്നെ ഒരു മോഷണക്കുറ്റം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കേസുകളിലാണ് അവരുടെ പിന്നെ റിമാൻഡിലായത് അട്ടക്കുളങ്ങര ജയിലിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ ഒരു ഭാഗത്ത് മാത്രമായി ഈ വേസ്റ്റ് കൂട്ടി വെച്ച് ഇവരതിൽ ഇങ്ങനെ ജൂൺ 12 മുതൽ കൂന വളർന്നു തുടങ്ങി. അപ്പോൾ ഒന്നുകിൽ ഈ വനിതാ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധി വേണം. അപ്പോൾ അവരിത് ചിന്തിച്ചില്ല. വേസ്റ്റ് ആണെങ്കിൽ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുമില്ല. തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള വേസ്റ്റ് കൂന കൂട്ടി പല സ്ഥലങ്ങളിലും കാണാറുണ്ടല്ലോ. അതുപോലെ തന്നെ ജയിലിനകത്തും ഇതിങ്ങനെ കൂന കൂടിക്കൊണ്ടേയിരുന്നു. അതിങ്ങനെ കൂന കൂടിക്കൊണ്ടിരുന്ന് ജൂൺ 25 വൈകുന്നേരമായപ്പോൾ ഇവരൊരു സഹതടവുകാരിയുടെ പിന്നെ സാരി അടിച്ചു മാറ്റി ജയിലിന് മുകളിലെ ആണിയിൽ ഇത് കുരുക്കി. ആണിയിൽ കുരുക്കി എക്സ്ട്രാ കൊണ്ടുവന്ന തുണി ആണിയിൽ പതിപ്പിച്ച് ഇവർ തൂങ്ങിക്കേറി അപ്പുറം ചാടിക്കളഞ്ഞു. ആദ്യം ചാടിയത് സന്ധ്യ. അതുകൊണ്ടാണ് ജയിൽ ചരിത്രത്തിൽ, കേരളത്തിലെ വനിതാ ജയിൽ പുള്ളികളുടെ ചരിത്രത്തിലെ ആദ്യത്തെ തടവുചാട്ടക്കാരി സന്ധ്യയാണ്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതെന്ന് പറയുന്ന പോലെ. അതെ, വനിതാ ആദ്യത്തെ ചാട്ടക്കാരി സന്ധ്യയാണ്. സന്ധ്യ ചാടിയ ശേഷം സന്ധ്യ ഈ ശില്പയെ തൂക്കി താഴേക്ക് ഇറക്കുകയായിരുന്നു. അങ്ങനെയാണ് ശില്പ പുറത്തിറങ്ങുന്നത്. ഇതിനുശേഷം ഇവർ പകൽ സമയം വൈകിട്ട് ഏകദേശം ഒരു 4 മണി സമയത്താണ് ഇത് ചാടുന്നത്. ആരും ശ്രദ്ധിക്കുന്നില്ല. അതിനുശേഷം ഇവര് രണ്ടുപേരും കൂടെ മണക്കാടേക്ക് പോയി. മണക്കാട് നിന്ന് ഇവർ പോകുന്നത് SIT ആശുപത്രിയിലേക്ക് പോയി. SIT ആശുപത്രിയിൽ ഈ സന്ധ്യയും ശില്പയും കൂടെ ചെല്ലുന്നു. ഇവർ മണക്കാട് നിന്ന് ഒരു ഓട്ടോ വിളിക്കുകയാണ്. മണക്കാട് സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവറെ വിളിച്ചിട്ട് ഇദ്ദേഹം ഇവർക്കൊപ്പം പോയി. അപ്പം SIT ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഒരു രോഗി ആയിട്ടുള്ള ഒരു ബന്ധുവിൻ്റെ ഇവിടെ കുട്ടി അഡ്മിറ്റാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ അവിടേക്ക് ഇപ്പോൾ പോയി പൈസ തിരിച്ചെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കയറിപ്പോയവരെ ഈ ഡ്രൈവർ ഏതാണ്ട് 1/2 മണിക്കൂറോളം നിന്നിട്ടും കാണുന്നില്ല. ഇവരകത്ത് പോയി ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു ഭാഗത്ത് പോയി സങ്കട കഥകൾ പറഞ്ഞു ആളുകളിൽ നിന്നും പണം പിരിച്ച് അവിടുന്ന് അവർ വണ്ടി വിളിച്ച് വർക്കലയ്ക്ക് പോയി. വർക്കലയ്ക്ക് പോകാനുള്ള കാരണം
സന്ധ്യയുടെ സ്ഥലം വർക്കലയാണ്. തച്ചോട് സ്വദേശിനിയാണ് സന്ധ്യ. അപ്പോൾ സന്ധ്യ അവിടേക്ക് പോയി. സന്ധ്യക്ക് ഈ വർക്കലയിൽ ഒരു കാമുകനുണ്ട്. ഈ ശരിക്കും സന്ധ്യ ചീറ്റ് ചെയ്യപ്പെട്ടു ആ സംഭവത്തിൽ എന്ന് വേണം പറയാൻ. അപ്പോൾ സന്ധ്യ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമുകനൊപ്പം കൂടി കാമുകൻ തന്നെ രക്ഷിക്കുമെന്നുള്ള ഒരു ധാരണയിലാണ് ഈ സന്ധ്യ വിശ്വാസത്തിലാണ് ചാടി ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഈ വർക്കലയിൽ ചെന്നിട്ട് വിളിക്കാൻ ഫോണില്ല. അങ്ങനെ ഇവർ കാപ്പിൽ മേഖലയിലേക്ക് പോയി, കാപ്പിൽ ഏരിയയിൽ പോയി, കാപ്പിൽ ബീച്ച് ഭാഗത്തേക്ക് പോയിട്ട് അവിടെ പലരോടും ഇവർ ഫോൺ ചോദിച്ചിട്ട് ആരും കൊടുത്തില്ല ഈ കാമുകനെ വിളിക്കാൻ വേണ്ടി. അങ്ങനെ നിൽക്കവേ കാപ്പിൽ നിന്ന് പോലീസിന് ഇൻഫർമേഷൻ കിട്ടി. അതിനു മുമ്പ് തന്നെ അന്നത്തെ DGP ആരാന്നറിയാമോ? ഋഷിരാജ് സിംഗ് ആണ്. ജയിൽ DGP ഋഷിരാജ് സിംഗ്, DIG സന്തോഷ് കുമാർ, രണ്ടുപേരുമാണ് അന്ന് ഉദ്യോഗസ്ഥർ. അപ്പോൾ അവർ വളരെ കടുത്ത ആക്ഷൻ എടുത്തു. എത്രയും വേഗം. ഋഷിരാജ് സിംഗിന്റെ ഒരു സ്വഭാവം അറിയാലോ, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ക്ഷമിക്കില്ലത്. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് പോലീസിന്റെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടക്കുന്ന സമയത്ത് ഈ കാപ്പിൽ ഏരിയയിൽ നിന്നും ഇവരുടെ വിവരം ലഭിക്കുകയും കാപ്പിൽ ഏരിയയിൽ സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഒരു ഓട്ടോ വിളിച്ച്, ആ ഓട്ടോ ഡ്രൈവറുടെ പേര് ബാഹുലയൻ എന്നാണ്. ബാഹുലയന്റെ ഓട്ടോ വിളിച്ചുകൊണ്ട് ഇവർ പാരിപ്പള്ളിക്ക് പോയി. ഈ ബാഹുലയൻ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറായിട്ട്. അപ്പോൾ ഇവരുടെ പെരുമാറ്റത്തിലൊക്കെ സംശയം തോന്നി തുടങ്ങി ഈ ബാഹുലയൻ. എന്തുകൊണ്ടെന്നാൽ ബാഹുലയന്റെ ഫോണിനെടുത്ത് ഈ കാമുകനെ വിളിച്ചു സന്ധ്യ വിളിച്ച് കാമുകനോട് സംസാരിക്കുന്നത് ഈ ബാഹുലയൻ ശ്രദ്ധിച്ചു. അങ്ങനെ ബാഹുലയന് സംശയം തോന്നിയപ്പോൾ ബാഹുലയൻ പാരിപ്പള്ളിയിൽ ഇറക്കുന്നതിന് പകരം പാരിപ്പള്ളി ആശുപത്രി ജംഗ്ഷനിൽ ഈ 2 സ്ത്രീകളെയും ഇറക്കി വിട്ടു. ഇറക്കി വിട്ടിട്ട് ഇദ്ദേഹം വണ്ടിയെടുത്ത് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയ ശേഷം ബാഹുലയൻ ഇവർ വിളിച്ച നമ്പറിൽ വീണ്ടും തിരിച്ചു വിളിച്ച് കാമുകനോട് സംസാരിച്ചപ്പോൾ കാമുകൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ കാമുകിയായിട്ടുള്ള സന്ധ്യ ഒരു തട്ടിപ്പുകാരിയും മോഷണ കുറ്റത്തിൽ ഉൾപ്പെട്ടവളുമാണ്. അവൾ ഇപ്പോൾ ജയിലിലായിരുന്നു. ജയിൽ ചാടി അവൾ എന്നോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് എന്ന് ഈ ബാഹുലയനോട് കാമുകൻ ചതിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. സന്ധ്യയ്ക്ക് അത് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത പ്രകാരം പോലീസിന് ബാഹുലയൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരിപ്പള്ളി പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പാരിപ്പള്ളി മേഖലയിൽ വലിയ സെർച്ച് നടക്കുന്നതിനിടെ പാരിപ്പള്ളിയിലെ ഒരു സെക്കൻഡ് ഹാൻഡ് 2 വീലർ വിൽക്കുന്ന കടയിലേക്ക് ഈ സന്ധ്യയും ശില്പയും കൂടെ ചെന്നു. അവിടെ ചെന്നിട്ട് അവർ ആ കടയിലൊരു പയ്യനായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്, സ്റ്റാഫായിരുന്നു. ഏതാണ്ട് രാത്രി സമയമായി, അടയ്ക്കാൻ നേരമായി. അപ്പോൾ അവർ ചോദിച്ചു, പിന്നെ ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞു, 2 വീലർ വേണമെന്ന് പറഞ്ഞു. അത് പ്രകാരം അവർക്കത് അവിടെ ഒരു പ്ലഷർ എന്ന് പറയുന്ന ഒരു 2 വീലർ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതൊന്ന് ടെസ്റ്റ് ഡ്രൈവിന് വേണമെന്ന് പറഞ്ഞു. ഈ മണ്ടൻ ചെക്കൻ അതിന്റെ താക്കോൽ കൊടുത്തു. ആരെങ്കിലും ഒരാളെ നിർത്തിയിട്ടല്ലേ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടത്? ഇത് 2 പേരും കൂടെ ടെസ്റ്റ് ഡ്രൈവിന് നോക്കണം. ചെക്കൻ അവിടെ നിന്ന് വണ്ടി പോയി. അപ്പോൾ അവിടെ നിന്നിട്ട് ഊന്നിൻമൂട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇവർ ഈ പ്ലഷറിൽ പോകുന്നത്. ഊന്നിൻമൂട് നിന്നും ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിലെ 7 എന്ന് പറയുന്ന അക്കം ഇവർ കോൾഗേറ്റിന്റെ പേസ്റ്റ് മേടിച്ച് തേച്ച് മറച്ചു കളഞ്ഞു. 7 എന്ന് പറയുന്ന അക്കം അതിൽ നിന്നും മാഞ്ഞുപോയി. ബാക്കി നമ്പറേ അതിലുള്ളൂ. പിന്നെ അതിലുള്ള ഈ പറയുന്ന രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് KL 21 എന്ന് പറയുന്ന നമ്പർ 2 ആക്കി മാറ്റി. അങ്ങനെ ഒരു പരിപാടിയും കൂടെ അതിനകത്ത് നടത്തി. 21 എന്നായിരുന്നു രജിസ്ട്രേഷൻ നമ്പർ, അത് 212 ആക്കി. അതായത് 21 എന്നുള്ളത് 2 ആകുമ്പോൾ അത് കൊല്ലം രജിസ്ട്രേഷൻ ആയി. 02 കൊല്ലമാണ്. അപ്പോൾ അത് കൊല്ലമായി മാറി വണ്ടി. അവിടെ നിന്നും വണ്ടിയുമായിട്ട് ഇവർ പാലോടേക്ക് പോയി. പാലോട് പോകാനുള്ള കാരണം പാലോട് ശില്പയുടെ ബന്ധുവുണ്ട്. ശില്പ കല്ലറ സ്വദേശിനിയാണ്. അപ്പം പാലോടെത്തി പാലോട് നിന്ന് പണം സമാഹരിച്ച് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാം. തമിഴ്നാട്, അതായത് പാലോട് പിന്നെ എങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ആര്യങ്കാവ്, തെങ്കാശി കയറി, പുളിയറ കയറി, തെങ്കാശി കയറി അങ്ങനെ അങ്ങ് കടന്നു പോകാമെന്നൊരു ധാരണയിൽ ഇവർ പാലോട് നിന്ന് പൈസ വാങ്ങുന്നതിന് വേണ്ടി പാലോടുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകവേ അവിടെ ഒരു ഈ ചെറിയ തട്ടുകട, ഈ വൈകുന്നേരങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ ഒരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. ഇയാൾ ഈ വാർത്ത കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ 2 സ്ത്രീകളും കൂടെ ഈ സ്കൂട്ടറിൽ ഇയാളുടെ മുന്നിൽ കൂടി ഇയാളെ വെള്ളം അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് കടന്നുപോയത്. അയാളുടെ ദേഹത്ത് വെള്ളം വീണു. അപ്പം അദ്ദേഹം വെള്ളം വീണപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്ത്, സ്ത്രീകളാണല്ലോ അടിച്ചു തെറിപ്പിച്ചത്, പുരുഷ കേസരി ഉണർന്നു. അപ്പോൾ പുള്ളി ഈ വാഹനവുമായിട്ട് പുറകെ പോയി ചെന്നപ്പോഴാണ് താൻ വാർത്ത കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ് തനിക്കെതിരെ തന്റെ ദേഹത്ത് വെള്ളം അടിച്ചു തെറിപ്പിച്ചതെന്ന് മനസ്സിലായ ഇയാൾ ആ വാഹനം തടഞ്ഞു നിർത്തി. അങ്ങനെയാണ് പോലീസ് സന്ധ്യയും ശില്പയും അന്ന് പിടികൂടുന്നത്. അപ്പോൾ പിടികൂടിയപ്പോൾ ഈ സന്ധ്യയുടെ ഒരു സാഹചര്യം പോലീസിന് മനസ്സിലായി. കാര്യം ഒരു തരത്തിൽ ചീറ്റ് ചെയ്യപ്പെട്ടു. മോഷ്ടിച്ച പണമൊക്കെ കൊണ്ടുപോയത് പലരുമാണ്. പിന്നെ കഞ്ചാവ് വിൽപ്പനയ്ക്ക് അടക്കം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയായി. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം, ഇത്തരം കേസുകളൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ദീർഘകാലം ജയിൽ കിടക്കുമെന്നൊരു ധാരണ ഈ സന്ധ്യയ്ക്കായിപ്പോയി. അങ്ങനെയാണ് ശില്പയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെ 2019 കടന്നുപോയി. 2020 ആദ്യം എത്തിയതോടുകൂടി ജാമ്യം
ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ പുറത്തിറങ്ങി. അവിടെ നിന്നും പുറത്തിറങ്ങിയ ശേഷം പിന്നീട് ദീർഘകാലമായിട്ട് ഇവരെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം പോലീസിന് ട്രിവാൻഡ്രം സിറ്റിയുടെ ഡാൻസാഫിന് ഒരു വിവരം ലഭിച്ചു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സന്ധ്യ തിരുവനന്തപുരം മണമ്പൂരിൽ ഒരു വീട് വാടകയ്ക്കെടുത്തു. ആ വീട് വാടകയ്ക്കെടുത്ത വീട്ടിൽ കഞ്ചാവിൻ്റെ ചെറിയ പൊതികളായി തയ്യാറാക്കി വിൽപ്പന നടക്കുന്നുണ്ട് എന്ന് ട്രിവാൻഡ്രത്തെ CPയുടെ ഡാൻസാഫിന് വിവരം കിട്ടി. കമ്മീഷണർ കീഴിലുള്ള ഡാൻസാഫിൻ്റെ ടീമിന് വിവരം കിട്ടി. അതുപ്രകാരം കടക്കാവൂർ സ്റ്റേഷൻ പരിധിയിലാണ് ഈ മണമ്പൂർ വരുന്നത്. അപ്പോൾ കടക്കാവൂർ പോലീസിനെ പോലും വിവരം അറിയിക്കാതെ മണമ്പൂരിലെ ഈ വീട്ടിൽ പോലീസ് കഴിഞ്ഞ ദിവസം കയറി. പോലീസ് എന്നാൽ ഡാൻസാഫ് കയറി പരിശോധിച്ചപ്പോൾ ജാമ്യം ലഭിക്കുന്ന അളവിലുള്ള കഞ്ചാവ് സന്ധ്യയുടെ പക്കൽ നിന്നും കിട്ടി. സന്ധ്യയുടെ പക്കൽ നിന്നും ജാമ്യം ലഭിക്കുന്ന തരത്തിലുള്ള കഞ്ചാവ് ലഭിച്ചു. ആ കഞ്ചാവിൻ്റെ അടിസ്ഥാനത്തിൽ കടക്കാവൂർ പോലീസിന് വിവരം അറിയിക്കുകയും കടക്കാവൂർ പോലീസ് അവിടെ എത്തുകയും ഈ സന്ധ്യ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും കഞ്ചാവ് കേസ്, അതായത് NDPS കേസ് രജിസ്റ്റർ ചെയ്തു. ലഹരി മരുന്നുകൾ ഉണ്ടായിരുന്നു, അതായത് ജാമ്യം ലഭിക്കുന്ന രീതിയിലുള്ള ലഹരി മരുന്ന്, കഞ്ചാവ് മറ്റു വസ്തുക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ജാമ്യം സന്ധ്യയ്ക്ക് നൽകിയിട്ടുണ്ട്. ജാമ്യം ലഭിച്ചു. വീണ്ടും ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ സന്ധ്യയുടെ കേസ് ഒരുപാട് കാലം ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. ഇത് ജയിൽ ചാട്ടത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് നൽകുന്ന ഒരു സെഷൻ നേരത്തെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഋഷിരാജ് സിംഗ് ഒക്കെ അദ്ദേഹമൊക്കെ അന്ന് അത് പഠിപ്പിക്കുവാൻ വേണ്ടി ജയിൽ ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ വേദിയിൽ ഒരു ഉദ്യോഗസ്ഥൻ ഈ കഥ അന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു. ഈ ജയിൽ ചാടിയുള്ളവരുടെ കഥകൾ, ജയിൽ ചാടിയവരുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയിൽ ചാടിയ അനേകം പുരുഷന്മാരുണ്ട്, പക്ഷെ സ്ത്രീകളായിട്ടുള്ളത് 2019 ആദ്യമായി ചാടിയ സന്ധ്യ, രണ്ടാമതായി ചാടിയ ശില്പ രണ്ടുപേരുമാണ് ആദ്യം ചാടുന്നത്. സന്ധ്യ എന്ന് പറയുന്ന ലിസ്റ്റിൽ തന്നെയാണ്. ജയിൽ ചാടിയ ഇഷ്ടം പോലെ ഉണ്ട്. റിപ്പർ ജയാനന്ദൻ ജയിൽ ചാടിയാളാണ്. റിപ്പർ ജയാനന്ദൻ പൂജപ്പുരയിൽ സഹതടവുകാരൻ്റെയും ജയാനന്ദൻ്റെയും തലയണ എടുത്തു വെച്ചിട്ട് പൊതിഞ്ഞ് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്ന രൂപമാക്കിയെടുത്തു. ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ജയാനന്ദൻ പുതച്ചുകൂടി ഉറങ്ങുക. എൻ്റെ മുകളിൽ ഒരു മുടി പോലെ ഒരു സാധനവും ശേഖരിച്ച്, അതായത് സൈഡിൽ ഇങ്ങനെ മുഖം മൂടിയിട്ടുണ്ടെങ്കിലും മുടി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. മുടി പോലെ ഒരു സാധനം തയ്യാറാക്കി വെച്ചു കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞാൽ ഒരാളുടെ മുടി ഉറങ്ങി കിടക്കുകയാണ്, തണുപ്പ് കാരണം ഇങ്ങനെ കിടക്കുന്നു എന്ന് വിചാരിച്ചു. ജയാനന്ദൻ ആ സമയത്ത് തൃശ്ശൂരെത്തി. തിരുവനന്തപുരത്ത് നിന്ന് ജയാനന്ദൻ തൃശ്ശൂരെത്തി. അതുവരെയും പോലീസ് ജയാനന്ദൻ ഉറങ്ങുവാണെന്ന് വിചാരിച്ച് അവിടെ കുത്തിയിരുന്നു. അങ്ങനെയുള്ള ജയിൽചാട്ടം ധാരാളമായി നടന്നിട്ടുണ്ട്. ഇതാണ് വെറൈറ്റി ജയിൽചാട്ടമാണ്. കാരണം മാലിന്യം, ഈ നമ്മൾ പറയില്ലേ എന്താ വല്ലഭന് പുല്യമായുധം എന്ന് പറഞ്ഞതുപോലെ, അത് ഇവര് അതിനുശേഷം അവിടെ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്തു. പൂർണ്ണമായും അവിടെ നിന്ന് നീക്കം ചെയ്തു. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വീഴ്ച, ഏറ്റവും വലിയ വീഴ്ച എന്ന് വെച്ചാൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ തന്നെയാണ്. ഇത്രയും വലിയ അമളി ആരെങ്കിലും കാണിക്കുമോ? രണ്ട് ജയിൽ തടവ് പുള്ളികൾ ഒരു ഭാഗത്ത് മാത്രം വേസ്റ്റ് കൂന കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാവുന്ന കാര്യമല്ല ഉള്ളൂ. അവിടെ നിന്ന് എന്താ പറയുക, കൈ എത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ടോപ്പിൽ ആണിയിൽ പിടിക്കാവുന്ന എളുപ്പത്തിൽ പിടിക്കാവുന്നതേ ഉള്ളൂ. ഇവര് ലൈറ്റിൽ, ജയിലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റിലാണ് സാരി പിടിക്കുന്നത്. അത്രയും ഹൈറ്റിലെത്തി. അതായത് മതിലിൽ ജയിലിലേക്ക് ഇത് ചെയ്യുന്ന ഒരു ലൈറ്റ്, അത് പിന്നീട് അത് അവിടുന്ന് അറുത്ത് മാറ്റി, അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് പിന്നീട് ഇവര് കയറുന്നത്. അത് പിന്നാലെ എത്തുന്നതൊക്കെ വലിയ കൊലകൊമ്പൻ ടീമുകളല്ലേ പിന്നെ അവിടെ എത്തിയിരിക്കുന്നത്. ഗ്രീഷ്മയൊക്കെ അവിടെയാണ്, ഗ്രീഷ്മയൊക്കെ അവിടെ കിടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ കിടക്കുകയാണ്. എന്തായാലും അതിനു മുമ്പേ അതെല്ലാം അറുത്ത് മാറ്റിയത് നന്നായി. ശരിയെങ്കിൽ.